ഗുഡ് മോർണിംഗ്. നമസ്കാരം. നന്ദകുമാറാണ്. ഇപ്പം തിരക്കഥ മോഷ്ടിച്ചു എന്ന് പറയുന്ന രീതിയിലുള്ളൊരു വിവാദം ഞാൻ ഫസ്റ്റിലെ എനിക്ക് തോന്നുന്നു ഞാനത് പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അതിപ്പം തുടങ്ങിയിട്ടുള്ളൂ, അത് ആളിക്കത്തും എന്നുള്ളത്. അതിപ്പം ഏകദേശം ആളിക്കത്തിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ അതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരേ രീതിയിലുള്ള ഒരു ഐഡിയ രണ്ടു പേർക്കും ഒരേപോലെ ഒരിക്കലും വരില്ല. കാര്യം നമ്മളുടെ കൈരേഖയുണ്ടല്ലോ, തമ്പ് ഇംപ്രഷൻ. ഈ തമ്പ് ഇംപ്രഷൻ ഒരിക്കലും ഇന്നവരെ ലോകത്തിൽ രണ്ടുപേർക്കും ഒരേപോലെ വന്നിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെയാണ് ഐഡിയയും. എങ്ങനെയാണ് ഒരേപോലത്തെ ഐഡിയ രണ്ടുപേർക്ക് വരുന്നതെന്ന് വെച്ചാൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. കാരണം എൻ്റെ മനസ്സിലുള്ള ഐഡിയ ഞാൻ ആരോടെങ്കിലും പറയുമ്പോൾ അവിടെ തൊട്ടിട്ടാണ് ആ കോൺവെർസേഷൻ സ്റ്റാർട്ടഡ് ആവുന്നത്. ഓക്കെ, അവിടെ നിന്ന് പിന്നെ പല രീതിയിൽ കറങ്ങി പല രീതിയിലുള്ള ആശയങ്ങളായിട്ട് അത് ഡൈവേർട്ടഡ് ആവാം. അതായത് അത് വിഭിന്നമായി പോകാം. ഐഡിയ ഈസ് ആക്ച്വലി ആറ്റം പോലെയാണ്. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ, ഏതൊരു സംഭവം ഹൈഡ്രജൻ ആറ്റം എന്നൊക്കെ പറയും പോലെ ആറ്റം എന്ന് പറയുന്നത് ഒന്നേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഐഡിയ ഒരിക്കലും ഡിഫറെൻ്റ് വരില്ല. അതായത് ഒരാളുടെ ഐഡിയ വേറൊരാൾക്ക് വരില്ല. അത് അങ്ങനെ ഐഡിയ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ആ ആശയം എവിടെയെങ്കിലും വഴി ആരുടെയെങ്കിലും മൈൻഡിലേക്ക് കിട്ടുമ്പോൾ മാത്രമാണ് അതിനൊരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ദിസ് ഈസ് എ ഫാക്ട് ഓഫ് സയൻസ്. ഇത് സയൻസ് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പരിശോധിക്കാം. ഇനിയിപ്പം ഇത് അങ്ങനെയല്ല, ഒരാൾക്ക് തന്നെ പല ആൾക്കാർക്കും ഒരേ ഐഡിയ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഡിബേറ്റ് ചെയ്യാം. ഞാൻ അതിനെതിരെ വേണമെങ്കിൽ അതിൻ്റെ ഒരു പ്രൂഫും സംഭവങ്ങളെല്ലാം ഞാൻ വേണമെങ്കിൽ കൊണ്ടുവന്ന് തരാം. ഇനി ഇവിടുത്തെ കേസ് എന്താണ്? ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത് നിഷാദ് കോയ എന്ന് പറയുന്ന സംവിധായകൻ ചെയ്ത സിനിമയുടെ കഥ തന്നെയാണ് ഈ പറയുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ മലയാളി ഫ്രം ഇന്ത്യയുടെ തലേ ദിവസം ഒരു പോസ്റ്റ് ഇടുമ്പോൾ എന്തിനാണ് ആക്ച്വലി ഇവരെല്ലാവരും പേടിക്കുന്നത്? കാര്യം ആ സിനിമയുടെ കഥയല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആരും പേടിക്കേണ്ട കാര്യമില്ല. ഏതോ ഒരുത്തിന് എവിടെ നിന്ന് ഒരു പോസ്റ്റ് ഇട്ടു, ആ വഴിക്ക് പൊക്കോട്ടെ എന്ന് കരുതാം. നമ്മൾ ചിന്തിക്കേണ്ടത് മലയാളി ഫ്രം ഇന്ത്യയുടെ സിനിമയുടെ കഥ ഇതാണ് എന്ന് പറഞ്ഞിട്ട് നിഷാദ് കോയ മാത്രമാണ് ഒരു പോസ്റ്റ് ഇട്ടത്. വേറെ ആരും അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ലോകത്തിലുള്ള വേറെ ആർക്കും ആ പോസ്റ്റ് ഇടാനായിട്ടുള്ള ഒരു ഐഡിയ വരാതിരുന്നത്? ഓക്കെ, രണ്ടാമത്തെ കേസ് നിഷാദ് കോയയുടെ ഇൻ്റർവ്യൂസ് മൊത്തം കേട്ടു. ഇപ്പം മറ്റേ യൂണിയൻ തൊഴിലാളികൾ എല്ലാവരും കൂടെ നേരത്തെ വന്നിരുന്നിട്ട് ഭയങ്കരമായിട്ട് ഡയലോഗ് അടിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന ആൾക്കാർക്ക് മീൻസ് ഇപ്പം യൂണിയൻ തൊഴിലാളികളായിട്ട് വന്ന് നിന്ന് ചാനലിൻ്റെ മുന്നിൽ ചർച്ച അവതരിപ്പിച്ച എല്ലാ ആൾക്കാരിൽ ചില 2-3 ആൾക്കാർ, ആ 2-3 ആൾക്കാരുടെ ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ ഹെവി കോൺഫിഡൻ്റ് ആയിരുന്നല്ലോ, ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ ആ കോൺഫിഡൻറ്റ് എങ്ങനെയാണ് നശിച്ചത്? അതിൻ്റെ കാരണം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള കമൻറ്റുകളാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് എത്രത്തോളം പവർ ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ ഒരു ഒറ്റ കാര്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കാര്യം കമൻറ്റുകളെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നില്ല. കാര്യം കമൻ്റ് ഇടുന്നത് മനുഷ്യന്മാരാണ്. ഇനി സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി എല്ലാവരുടെ കയ്യിലും ഒരു മീഡിയ, അതായത് സർവ്വജനങ്ങളുടെ കയ്യിലും ഒരു മൊബൈൽ ഫോണും ഒരു ക്യാമറയും ഒരു മാധ്യമവും കയ്യിലിരിക്കുകയാണ്. അപ്പം അവർക്കത് കൊണ്ടിട്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഈ റൈറ്റ്സ് ഉണ്ടായിരുന്നില്ല. പത്രത്തിൽ വരുന്ന വാർത്തയും ന്യൂസിൽ വരുന്ന വാർത്തയും മാത്രമായിരുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്നത്തെ അവസ്ഥ അതല്ല. പണ്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. നമ്മൾ ഒരു പത്രമാധ്യമം വഴി ഒരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ചായക്കട കയറി ഇരുന്ന് ചർച്ച ചെയ്യാമെന്നുള്ളതല്ലാതെ അത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അല്ലെങ്കിൽ ഈ ടി വിയിൽ വരുന്ന വാർത്തകൾ കാണുമ്പോൾ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അതല്ല. ഇപ്പം നമുക്ക് ഡയറക്റ്റ് ഏത് വ്യക്തിക്കെതിരെയാണോ നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നത് ആ വ്യക്തിയുടെ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ പോയിട്ട് നമുക്ക് ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ആ വ്യക്തിയായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുടെ അടുക്കൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യാം. നമ്മളെ ഡയറക്റ്റ് വിളിച്ചു പറയുമൊന്നും വേണ്ട. നമുക്ക് കമൻ്റ് ഇടുമ്പോൾ ആ കമൻ്റ് കാണുന്ന ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ അതിനെ ലൈക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആ കമൻറ്റിൻ്റെ ഒരു കാര്യം മനസ്സിലാവും. പിന്നെ എത്രയൊക്കെ ഫേക്ക് ഐഡിയ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ലക്ഷക്കണക്കിനും കോടിക്കണക്കിനുമുള്ള ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നതോടുകൂടി ഒരു സാധനത്തിൻ്റെ എത്രയൊക്കെ മടക്കി കിട്ടി വെച്ച സാധനവും പുറത്തേക്ക് വരും. ഇതാണ് ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ പറയുന്നു, ഇത് നിഷാദ് കോയ എന്ന് പറയുന്ന വ്യക്തി ചെയ്യാനിരുന്ന സിനിമയാണ് എന്നുണ്ടെങ്കിൽ അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോറി പറയുക. ലിസ്റ്റിൻ ശിവനാണേലും ശരി, ഈ പറയുന്ന ഡയറക്ടർ ആണെങ്കിലും ശരി, ഇവരാരെങ്കിലും ആണെങ്കിൽ സോറി പറയുക. കാര്യം ജയസൂര്യ എന്ന് പറയുന്ന ആൾ
ഈ പറയുന്ന ജയസൂര്യ എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന ഡിജോ എന്ന് പറയുന്ന ഡയറക്ടറോട് ഈ കഥ സംസാരിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു ആരോപണം നിഷാദ് കോയെ വെച്ച സ്ഥിതിക്ക് നിഷാദ് കോയുടെ കയ്യിൽ ഇങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നു എന്നുള്ളത് ഡിജോ ആൻ്റണിക്ക് അറിയില്ല, അല്ലെങ്കിൽ ആ ഡയറക്ടർക്ക് അറിയില്ല എന്ന് പറയുന്നതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല. കാര്യം ആ പുള്ളി ഇനി ആ സിനിമ ചെയ്ത് ഇവർ 130 ദിവസം അല്ല 140 ദിവസം സിനിമ ഷൂട്ട് ചെയ്തു എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതോ എന്ന് പറയുന്നതിൽ കാര്യമില്ല. കാര്യം ക്രിയേറ്റിവിറ്റി ഈസ് എ യൂണീക്ക്. നമുക്കറിയാം ടാലൻ്റ് ഒരിക്കലും ആർക്കും അടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ സേവാഗ് പെർഫോം ചെയ്യുന്നുണ്ട്, സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ സേവാഗ് പെർഫോം ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോപ്പിയടിയാണ്. ഇപ്പോൾ മിമിക്രി ഒരു കോപ്പിയടിയാണ്. അത് എങ്ങനെയാണ് മിമിക്രി കോപ്പിയടി ആവുന്നത്? ഒരാളുടെ വോയിസ് ടോൺ, അതായത് ഒരാളുടെ തൊണ്ടയിൽ ഇരിക്കുന്ന വോയിസിൻ്റെ അയാളുടെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു ടോണിൻ്റെ ഒരു സെക്യൂർ ഡേറ്റയുണ്ട്. അത് അതിൻ്റെ തൊണ്ടയിലുള്ള ഇത്ര ഏരിയയിൽ ഇത്ര ലെങ്ത് ഇത്ര വെയിറ്റ് ഓഫ് വോളിയത്തിൽ സപ്ലൈ ചെയ്യുമ്പോൾ അയാൾക്ക് ഇയാളെ പോലത്തെ സൗണ്ട് നമ്മുടെ തൊണ്ടയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എന്നുള്ളൊരു കോപ്പിയടിയുണ്ട്. അതൊരു കോപ്പിയടിയാണ്, മനസ്സിലായല്ലേ? ആ ഇമിറ്റേഷനെ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നുണ്ട്. മിമിക്രി എന്ന് പറയുന്ന പ്രസ്ഥാനം ശരിക്കും കോപ്പി അടിക്കുകയാണ് ചെയ്യുന്നത്. വേറൊരാളുടെ സൗണ്ടിനെ ഇമിറ്റേറ്റ് ചെയ്ത് അയാളുടെ ക്യാരക്ടറൈസേഷനെ പോലെ ബിഹേവ് ചെയ്ത് അയാളെപ്പോലെ ഇയാൾ എന്ന് പറയുന്ന രീതിയിൽ എക്സാക്ട്ലി ഒരു ക്ലോണിങ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോഴും ഒറിജിൻ അവിടെ ഉണ്ട്. ആ ഒറിജിൻ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു കോപ്പി അടിക്കാനായിട്ട് സാധിക്കുന്നത്. എങ്ങനെയാണ് ഈ കോപ്പി അടി ഉണ്ടാകുന്നത്? കാര്യം പൈസയും ബന്ധവും ഇല്ലാത്തൊരു വ്യക്തി ഈ പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ, പൈസയും ബന്ധവും, അതായത് പൈസയില്ല അല്ലെങ്കിൽ ബന്ധവും ഇല്ലാത്ത ഒരു സാധാരണക്കാരുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ പ്രപഞ്ചം ഗിഫ്റ്റായിട്ടൊരു ഐഡിയ കൊടുക്കുകയും ആ ഐഡിയനെ മോഷ്ടിച്ചുകൊണ്ട് വേറൊരാൾ പോയി അത് വർക്കൗട്ട് ആക്കുകയും ചെയ്യുമ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് മനുഷ്യനല്ല, മനുഷ്യൻ പ്രപഞ്ചത്തിനുള്ളിലുള്ളതാണ്. അപ്പോൾ പ്രപഞ്ചം എന്ന് പറയുന്നത് വീണ്ടും ഈ സാധനത്തിൻ്റെ എക്സാക്ട്ലി പ്രപഞ്ചം ആർക്കാണോ ഗിഫ്റ്റ് ചെയ്തത് ആ ഗിഫ്റ്റ് ചെയ്ത ആളെ പുറത്തു കൊണ്ടുവരും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗങ്ങളും ചിലപ്പം പ്രപഞ്ചമായിട്ട് സൃഷ്ടിക്കും. ചിലപ്പോൾ അയാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആവണമെന്നില്ല. കാര്യം പ്രപഞ്ചത്തിന് ഈ സാധനങ്ങൾ കോൺവെർസേഷനിലേക്ക് എത്തിക്കാൻ ചിലപ്പോൾ കാലതാമസങ്ങൾ എടുക്കുമായിരിക്കാം. അങ്ങനൊരു സന്ദർഭത്തിലാണെന്നല്ലോ നമ്മൾ ഈ പറയുന്ന പോലത്തെ മാധ്യമം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം എന്താണ്? ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ഒരു ചാനലായിരുന്നു, ന്യൂസ് ചാനലായിട്ട് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത്, ന്യൂസ് ചാനലായിട്ട്. ഇന്ന് ഇന്ത്യ വിഷൻ നിലവിലില്ല. എന്തുപറ്റി? അന്ന് ഇന്ത്യ വിഷൻ തുടങ്ങുന്ന സമയത്ത് പലരും പറഞ്ഞിരുന്നു അത് നടക്കത്തില്ല, ഇത് വർക്കൗട്ട് ആവത്തില്ല, ഈ ആര് കാണാൻ ന്യൂസ് എന്നൊക്കെ പറഞ്ഞെടുത്തുനിന്ന് ഇന്ന് നിരവധി ന്യൂസ് ചാനലുകൾ മലയാളത്തിലടക്കം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നതാണ്, എന്താണ് ഇന്ത്യ വിഷന് സംഭവിച്ചതെന്നുള്ളത് ആരെങ്കിലും അന്വേഷിച്ച് പോവുകയോ അല്ലെങ്കിൽ എന്താണ് ഇന്ത്യ വിഷൻ നശിച്ചു പോകാൻ കാര്യം എന്നുള്ളത് ആരെങ്കിലും തിരക്കി പോവുകയോ ചെയ്തിട്ടുണ്ട്. കാര്യം ഇന്ത്യ വിഷനിൽ വർക്ക് ചെയ്ത പലരും ഇന്ന് പല സെൽഫ് ചാനലുകളായിട്ടൊക്കെ ഓരോരോ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ ഇന്ത്യ വിഷൻ്റെ പ്രൊഡക്ഷൻ ആരായിരുന്നു ചെയ്തതെന്നോ അല്ലെങ്കിൽ അതാരായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തതെന്നോ അതിന് എക്സാക്ട്ലി എന്താണ് സംഭവിച്ചതെന്ന് ആരെങ്കിലും തരും. കാരണം ഇങ്ങനത്തെ ഒരു ന്യൂസ് ചാനലിലൂടെ കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു ഐഡിയ ഇന്ത്യ വിഷൻ്റെ ആയിരുന്നു. പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്ത് നിലനിർത്താൻ ആർക്കും സാധിച്ചില്ല. അത് കഴിഞ്ഞിട്ട് വന്ന ആൾക്കാർ ആ ഐഡിയനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വേറെ പല സ്ഥാപനങ്ങൾ തുടങ്ങിയതും ഇന്ന് സോഷ്യൽ മീഡിയ വരെ എത്തി നിൽക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഐഡിയ ഒരിക്കലും ഒരാളുടെ ഐഡിയ വേറൊരാൾക്ക് ഒരിക്കലും വരില്ല. അത് കോപ്പി അടിക്കുന്നതാണ്, മീൻസ് ക്ലോൺ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത്, ഇവരൊരു സോറി പറഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളൂ. ആരാ? ജയസൂര്യ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനൊരു ഐഡിയ, ഇങ്ങനൊരു ആശയം ഇവരോട് പറയുമ്പോഴാണെന്നല്ലോ അവന് ആ ഡയറക്ടർ എന്ന് പറയുന്നവർക്ക് ഐഡിയ കിട്ടുന്നത്. ആ ഐഡിയ അയാളൊരു റൈറ്റർ എടുക്കൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ റൈറ്റർ അതിനെക്കുറിച്ച് എഴുതും. ഇതിപ്പോൾ റൈറ്റർ മോഷ്ടിച്ചു എന്ന് പറയുന്ന രീതിയിലേക്ക് ഇവർ കൊണ്ടുവന്ന് വെക്കുവാണ്. ഞാനൊരു ഡയറക്ടറാണ്, എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല, അതുകൊണ്ടിട്ട് അയാൾക്ക് അറിയത്തില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? അയാളുമായിട്ട് സംസാരിച്ചതിന് തെളിവുണ്ടല്ലോ. ഇനി അയാൾ PDF ഫയൽ തുറന്ന് നോക്കിയില്ല എന്ന് പറയുമ്പോൾ ഇവർ ചിന്തിക്കേണ്ടത് അത്രയും വലിയൊരു റൈറ്ററാണല്ലോ, അത്യാവശ്യം ഇൻഡസ്ട്രിയിൽ സിനിമ ചെയ്യുന്ന ഒരു റൈറ്ററാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ അത് തിരക്ക് മൂലം തുറന്നില്ല എന്നൊക്കെ പറയുന്ന പോലത്തെ ന്യായീകരണ തൊഴിലാളികളുടെ ന്യായീകരണങ്ങളെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ജെനുവിൻ അല്ല. എനിക്ക് ഇന്ന് കണ്ട പ്രസ് മീറ്റ് ഒരു പക്ക ജെനുവിൻ പ്രസ് മീറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ പറയുന്നത് ഇത് നിലനിൽക്കണമെങ്കിൽ ഇതിൻ്റെ ഡിബേറ്റ് വരണം. അതായത് ഈ ആരോപണ വിധേയനായ വ്യക്തി നിഷാദും ഈ പറയുന്ന ഡിജോയും ഈ പറയുന്ന ടീമംഗങ്ങളുമായിട്ട് ഒരു ഡിബേറ്റ് വരണം. ഒരു ഡിബേറ്റ് വന്നാൽ ഇതിൻ്റെ എക്സാക്ട്ലി നമുക്ക് മനസ്സിലാവും ആരാണ്
തെറ്റ് ചെയ്തിരിക്കുന്നത്, ആരാണ് ശരിയെന്നുള്ളത് ഡിബേറ്റ് വരും. കാര്യം ഇതിൻ്റെ അകത്ത് ആരൊക്കെ ഇൻവോൾവഡ് ആയിട്ടുണ്ടോ അവരെല്ലാവരും പുറത്തു വരണം. കാരണം ഇത് ഇങ്ങനെ ഒരു പ്രശ്നം, ഇങ്ങനെ ഒരു കാര്യം വരാൻ കാരണം ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എൻ്റെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ഞാൻ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ അടുക്കൽ പോയിട്ട് ഞാൻ പറഞ്ഞ് സംസാരിച്ച് സുരാജ് ഏട്ടൻ ഓക്കെ പറഞ്ഞു. സുരാജ് ഏട്ടൻ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. നമ്മുടെ കോട്ടയത്തുണ്ടായിരുന്ന ഒരു അച്ചായൻ, ഒരു ജീപ്പ് ഒക്കെ ഡ്രൈവ് ചെയ്തിട്ടുള്ള ഒരു അച്ചായൻ്റെ ഒരു സ്റ്റോറി. അന്ന് എന്നോട് സുരാജ് ഏട്ടൻ പറഞ്ഞു, നമുക്ക് ആ പുള്ളിനെ നേരിട്ട് കാണാൻ, നീ വിളിച്ചുകൊണ്ട് വരണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞ ആ വ്യക്തിയായിട്ട് ഞങ്ങൾ വീണ്ടും വിളിച്ചുകൊണ്ട് വരാനൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ സുരാജേട്ടൻ്റെ മാനേജർ തൊട്ട് നമുക്കത് വർക്കൗട്ട് ആയില്ല. മാനേജർ പിന്നെ ഇടങ്ങേറുണ്ടാക്കി. മാനേജർ വൺ സീനായി. ആ സമയത്ത് നമുക്കത് മൂവ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് സുരാജേട്ടനെ കാണാനും പറ്റിയില്ല. അങ്ങനെ പ്രോജക്റ്റ് നടന്നില്ല, അത് പോയി. പക്ഷേ പിന്നീട് ഞാൻ കാണുന്നത് ഫഹദ് ഫാസിൽ അതേ ഡിറ്റോ പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പിന്നിലുള്ളത് വൻ ബാനറും വൻ പ്രൊഡക്ഷൻ കമ്പനീസുമാണ്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് എനിക്കറിയില്ല. കാര്യം നമ്മളുടെ കഥയായിട്ട് മാച്ചബിൾ ആവുന്ന രീതിയിലുള്ള തന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് ഫഹദ് ഫാസിലിൽ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ പടം വരുമ്പോൾ നമുക്കറിയാം. കാര്യം ആ സമയത്ത് ഇപ്പോൾ എന്താന്ന് പറഞ്ഞാലും നമ്മൾ ഈ പുള്ളീനെ പോയി കണ്ട്, ഈ ഒറിജിൻ വ്യക്തിനെ പോയി കണ്ട് സംസാരിച്ച് ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മളൊരു സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്ത്, നമ്മൾ ആ റൈറ്റ് ചെയ്ത് സ്ക്രിപ്റ്റായിട്ട് നമ്മൾ കുറേ നടന്നതാണ്. നമ്മൾ 1-2 കൊല്ലം ആ ഒരു സിനിമയുടെ പുറകെ നടന്നതാണ്. പക്ഷെ അത് വർക്കൗട്ട് ആയില്ല. ഇനിയിപ്പോൾ മറ്റേ സിനിമ ഇറങ്ങുമ്പോഴേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇപ്പം ഞാൻ ആ സിനിമയുടെ കഥ E4 എൻ്റർടൈൻമെൻറ്റിൽ സാരഥി ചേട്ടനോട് സംസാരിച്ചിട്ടുണ്ട്. E4 എൻ്റർടൈൻമെൻറ്റ്സ് അറിയാമല്ലോ, അത്യാവശ്യം വലിയൊരു കമ്പനിയാണ്. ആ കമ്പനിയുടെ സാരഥി ചേട്ടനോട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുന്നോളം ആൾക്കാരുടെ അടുക്കൽ സംസാരിച്ചിട്ടുണ്ട്. ബിജു മേനോൻ്റെയൊക്കെ ഏതോ ഒരു മാനേജറോ ആരോടോ ഒരിക്കൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുടെ അടുക്കൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഇത് പറഞ്ഞു വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്രൊഡക്റ്റ് ആക്കി ഇറക്കുമ്പോൾ ഇതൊരു പ്രൊഡക്റ്റാണ്. സിനിമ ഒരു പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഐഡിയനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ആശയം അല്ലേ, അതൊരു പുതിയ ആശയമായിരുന്നു. പണ്ട് കാളവണ്ടി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഫ്ലൈറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പുതിയ ആശയമായിരുന്നു. അപ്പോൾ ഈ പുതിയ ആശയം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ഭയങ്കര ഭീകരമായിരിക്കും. നമുക്കറിയാം. അപ്പോൾ ലുലു മാൾ എന്ന് പറയുന്ന ഒരു ആശയമാണ് നമ്മുടെ എടപ്പള്ളിയിൽ വരുന്നത്. അപ്പോൾ ആ ലുലു മാൾ ഒരു അത്ഭുതമായിട്ട് വന്നു. അപ്പോൾ ഈ അത്ഭുതങ്ങൾ എന്നും സൃഷ്ടിക്കുന്നത് ഈ ആശയത്തിൽ നിന്നാണ് അല്ലേ. അപ്പോൾ ഒരു പുതിയ ഐഡിയ എന്ന് പറയുന്നത് ഒരു അത്ഭുതം സൃഷ്ടിക്കാനുള്ള ഒരു ആശയമാണ്. ആ ആശയത്തിനെ കോപ്പി അടിച്ച് അവർ വേറൊരു ടീം ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥ അത്ഭുതം സൃഷ്ടിക്കേണ്ട ആൾ അവിടെ തഴയപ്പെടുകയാണ്. ചിലപ്പോൾ അയാൾ അതോടുകൂടി ഇല്ലാണ്ടാവാനും ചാൻസ് ഉണ്ട്. ഇനി ഐഡിയ കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റില്ല. കാര്യം എന്താണ്, ഇപ്പോൾ നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചെന്നോ അല്ലെങ്കിൽ ഇത് ചേട്ടാ എനിക്കൊരു 2 കിലോ ഐഡിയ തന്നെ എന്ന് പറഞ്ഞിട്ട് ഈ ലോകത്ത് എങ്ങും ചെല്ലാൻ പറ്റില്ല. ദാറ്റ്സ് ഗിഫ്റ്റഡ് ആണ്. ഒരു പർട്ടിക്കുലർ സമയത്ത് നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ ഉദിക്കുന്ന ഒരു വെളിച്ചം, അതാണ് ഐഡിയ. ആ വെളിച്ചം കൊണ്ടിട്ട് ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ, നമുക്ക് സർവമാന സുലഭമായ രീതിയിൽ ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ വിജയിച്ചു എന്നർത്ഥം. പക്ഷേ നമ്മളുടെ ചില പ്രതിസന്ധികൾ, നമ്മുടെ ചില ധൈര്യമില്ലായ്മകൾ, നമ്മളുടെ ചില സമയക്കേടുകൾ, അല്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ കുതന്ത്രശാലികളായ ആൾക്കാർ മുന്നിൽ നിൽക്കുകയും ഭയങ്കര പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മുന്നിലേക്ക് നീങ്ങാൻ പറ്റാത്ത രീതിയിലുള്ളൊരു അവസ്ഥ സൃഷ്ടിതമാകും. ഈ കുതന്ത്രശാലികൾ എന്ന് പറയുന്നത് എപ്പോഴും സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ബന്ധങ്ങളുള്ള ആൾക്കാരാണ്. അത്രയും ആൾക്കാരെ കവറപ്പ് ചെയ്യാൻ ഇന്ന് സോഷ്യൽ മീഡിയയ്ക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത് ദാറ്റ്സ് വെരി ഗ്രേറ്റ്. സോ ഞാൻ ഒരിക്കലും ഈ ഒരു വിവാദം പൂർണ്ണമായും ഇല്ലാതാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എക്സാക്ട്ലി ഇതിൻ്റെ റൈറ്റ് ആരാണോ ഇത് റൈറ്റ് ചെയ്തത്, ആ റൈറ്റ് ചെയ്തിരിക്കുന്ന ആളുടെ കഥ ഇവർ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സോറി പറയണം. അതിന് ഫിനാൻസ് സെറ്റിൽ ചെയ്യോ കാര്യങ്ങളൊന്നും അതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സോറി പറയണം. കാര്യം ഒരു സോറി പറയേണ്ട കാര്യം അതിൻ്റെ അകത്തുണ്ട്. അതിപ്പോൾ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ ആരായിക്കോട്ടെ, ഇവർക്ക് ആർക്കും ഇതിനെക്കുറിച്ചിട്ട് അറിയില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരത് പ്രൂവ് ചെയ്യണം. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അതല്ലാതെ എനിക്ക് പ്രസ് മീറ്റിൽ വന്നിരുന്ന് സംസാരിച്ച കാര്യങ്ങളൊന്നും ഒരു ജെനുവിനായിട്ട് തോന്നിയില്ല. അതൊരു പുകമറ സൃഷ്ടിക്കലായിട്ടാണ് തോന്നിയത്. വെറും ഒരു പുകമറ സൃഷ്ടിക്കൽ. ജെനുവിനാവൂ, നിങ്ങൾ ജെനുവിനാവുമ്പോൾ പല കാര്യങ്ങളും യഥാർത്ഥമായിട്ടുള്ള രീതിയിൽ മുന്നിലേക്ക്. പിന്നെ ഈ അഹങ്കാരം, ഓവർ കോൺഫിഡൻറ്റ്, നമ്മുടെ കയ്യിൽ നിറച്ച് കാശുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഭയങ്കര ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് എന്തും ചെയ്യാമെന്ന് പറയുന്ന പോലത്തെ ഒരു തൊലിഞ്ഞ ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇത്രയും പവർഫുള്ളായിട്ട് ഇരിക്കുന്ന ടൈമിൽ നടക്കൂല എന്നുള്ള യാഥാർത്ഥ്യ ബോധവും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. കാര്യം സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയിരിക്കുന്ന വ്യക്തി 2500 രൂപയ്ക്ക് ഉണ്ടാക്കിയതല്ല ഈ സോഷ്യൽ മീഡിയ. അതായത് അത്രയും പബ്ലിക്കിനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ആക്സസ് ചെയ്യുന്ന രീതിയിൽ മില്യൺ കണക്കിന്, അതായത്
ഡോളർ കണക്കിന് ഹെവി എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പീപ്പിൾസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് സോഷ്യൽ മീഡിയ. സോ സോഷ്യൽ മീഡിയ ഇറ്റ്സ് എ വെരി പവർഫുൾ. അതിൻ്റെ അകത്ത് നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ 1000 ചാനലുകാർക്ക് പൈസ കൊടുക്കണം, അല്ലെങ്കിൽ 2500 ചാനലുകാർക്ക് ഞങ്ങൾ പൈസ കൊടുക്കണം, അതുകൊണ്ട് 1000 ചാനലുകാർ ഞങ്ങൾക്കെതിരെ വിമർശിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഞാൻ പറയുന്നു, നിങ്ങളുടെ സിനിമയുടെ ഐഡിയ ഇറ്റ്സ് വെരി ബെറ്റർ. നിങ്ങളുടെ സിനിമയുടെ ഐഡിയ ബെറ്റർ ആണെങ്കിൽ ആ സിനിമ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. കാര്യം ഒരു പ്രേക്ഷകന് ഒരു സിനിമ കാണാൻ ചെല്ലുമ്പോൾ ആ പ്രേക്ഷകന് ആ സിനിമ വർക്കായില്ല എന്നുണ്ടെങ്കിൽ എന്ത് തലകുത്തി മറിച്ചിട്ടും ഇനിയുള്ള കാലഘട്ടത്തിൽ കാര്യമില്ല. ആളെ പറ്റിക്കൽ പരിപാടി ഇനി ഭയങ്കരമായിട്ട് നടക്കത്തില്ല, അല്ലെങ്കിൽ അത്രയും കൂലിയായിരിക്കണം.